5-6 women MPs are standing in parliament. The prime minister suddenly thinks that they are trying to attack him. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5-6 വനിതാ MP-മാർ പാർലമെന്റിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി പെട്ടെന്ന് വിചാരിക്കുകയാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പോവാണെന്ന് അദ്ദേഹം വിചാരിച്ചത്. അതുകൊണ്ടാണ്. Or when 3 or 4 people show black flags to the chief minister, he has them physically beaten almost to death. നിങ്ങൾക്കറിയോ, അതുകൊണ്ടാണ് ഏകദേശം 3-4 ആളുകൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ മർദ്ദിച്ച് അവരെ മരണം വരെ എത്തിക്കുന്ന ആ അവസ്ഥയിലേക്ക് അതുകൊണ്ട് എത്തിച്ചത്. Instead of saying, okay, these people don't agree with me, they're showing me black flags, so what, let them show me black flags, he imagines that they are trying to attack him, to kill him, and so he attacks them. നിങ്ങൾക്കറിയോ, അവർ 3-4 പേര് കരിങ്കൊടി കാണിക്കുമ്പോൾ അതെന്താ കാര്യമില്ല, അവർക്ക് എന്നോട് വിയോജിപ്പുണ്ട്, സാരമില്ല, അവർ കരിങ്കൊടി കാണിച്ചിട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹം എന്താ ചിന്തിക്കുന്നത്, അവരെന്നെ കൊല്ലാൻ വരികയാണ്, അവരെന്നെ ആക്രമിക്കാൻ വരികയാണ്, അതുകൊണ്ട് അവരെ തിരിച്ചാക്രമിക്കണം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. And both these are examples of people who have become drunk on power. നിങ്ങൾക്കറിയോ, ഇത് രണ്ടും കാണിക്കുന്നത് ആരെക്കുറിച്ചാണ്? അധികാരം കൊണ്ട് മത്തുപിടിച്ച 2 ആളുകളെയാണ് ഇത് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. And they've already broken the relationship between them and the people. അവരിപ്പോൾ തന്നെ അവരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അവർ ഇല്ലാതാക്കിയിട്ടുണ്ട്. The election is just the formality where they're going to find out that their relationship is actually broken with the people.